ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആദരണീയ ഗുരുനാഥന്മാർ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏറെക്കാലം സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കൊച്ചിൻ യതീംഖാനയിൽ നിന്നും മത ഭൗതിക വിദ്യാഭ്യാസം നേടി ജീവിതത്തിൻ്റെ വിവിധ തുരുത്തുകളിൽ എത്തിപ്പെട്ടവരെ കോർത്തിണക്കി അവരുടെ കർമ്മശേഷി നിർമ്മാണാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 17 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് കൊച്ചിൻ ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അഥവാ കൊറോസ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പ്രവർത്തനത്തിൻ്റെ 16 വർഷങ്ങൾ പിന്നിട്ട് 17ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. 2021 നവംബർ 10 കൊറോസയുടെയും മുസ്ലിം വിമൻസ് അസോസിയേഷൻ യതീംഖാനയിലെയും പൂർവ്വ വിദ്യാർത്ഥിനികളുടെയും സംയുക്ത യോഗം ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ കൂടുകയും കൊറോസയോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മ കൂടി രൂപീകരിച്ച് പ്രവർത്തിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. 16ാം വാർഷിക ആഘോഷശേഷം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 2022 മാർച്ച് 6 ഞായറാഴ്ചയാണ് നമ്മുടെ കഴിഞ്ഞ വാർഷികാഘോഷം ഇതേ വേദിയിൽ നടന്നത്. അന്നും ഞങ്ങളുടെ എല്ലാമായ എച്ച് മുഹമ്മദ് ബാബു സേട്ട് അവറുകളുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷികാഘോഷ പരിപാടികൾ ബഹുമാന്യനായ ശ്രീ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തത്. കൊറോസയുടെ സ്വപ്നമായ ഭവന പദ്ധതിയുടെ പ്രഖ്യാപനം അകാലത്തിൽ നമ്മിൽ നിന്നും വിട പറഞ്ഞ നമ്മോടൊപ്പം നമ്മുടെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്ന സിനി ഡയറക്ടർ സിദ്ദീഖ് KI പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പരലോകമോക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് അലി ഇസാ സേട്ട്, ഡോക്ടർ AM മജീദ്, മെമ്പർ കൊച്ചിൻ ഓർഫനേജ് ട്രസ്റ്റ്, ജനാബ് PS മുഹമ്മദ് മാസ്റ്റർ, ജനാബ് സൽമാൻ മുഹമ്മദ് ബാബു, ജനാബ് റിയാസ് അഹമ്മദ് സേട്ട്, ജനാബ് എച്ച് അഹമ്മദ് താഹിർ സേട്ട്, ജനാബ് സക്കരിയ ഉസ്മാൻ സേട്ട്, ജനാബ് നാസർ ലത്തീഫ് സർ, ജനാബ് ലാജിദ് സാർ, അനസ് നദ്വി, ഞങ്ങളുടെ ബഹുമാന്യരായ അധ്യാപകർ ജനാബ് KK അലി സുല്ലമി, ജനാബ് VS മുഹമ്മദ് മാസ്റ്റർ, ജനാബ് KS അബൂബക്കർ, കൊറോസ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവേശം പകരുന്നതായിരുന്നു. ജനാബ് ഹസൻ മാലിപ്പുറം, വൈസ് പ്രസിഡന്റ് കൊറോസ, ജനാബ് റഹ്മത്തുള്ള VC കോഴിക്കോട്, മുർഷാദ് KM, KK ഭാനു ടീച്ചർ, മുൻ പ്രിൻസിപ്പളാണ് DUHSലെ, റഹിയ ടീച്ചർ, ഐഷ അബൂബക്കർ, ഖദീജ സയ്യിദ് മുഹമ്മദ്, ഷാഹിദ അഷ്റഫ്, റൈഹാനത്ത് MS എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫറാഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ കുട്ടികളുടെയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ഇതിൽ ഉയർന്ന നിലവാരം പുലർത്തിയ കലാമത്സരങ്ങൾക്ക് സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു. പ്രമുഖ പ്രഭാഷകനായ ഡോക്ടർ അബ്ദുൽ മജീദ് പാറക്കാടൻ, സെക്രട്ടറി ഓഫ് KMEA, ഹൃദയസ്പർശിയായ പഠന ക്ലാസ് വാർഷിക പരിപാടിയുടെ വൈജ്ഞാനിക മേഖലയ്ക്ക് മാറ്റു വർദ്ധിപ്പിക്കുന്നതായിരുന്നു. സദസ്സിനെ സന്തോഷഭരിതമാക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരുന്നു. 16ാം വാർഷികത്തിൻ്റെ സമാപന വാർഷികം ഞങ്ങളുടെ ഏറെ പ്രിയങ്കരനായ കൊറോസയുടെ നെടും തൂണായ M സലാഹുദ്ദീൻ മദനി നിർവഹിച്ചു. ഭവന പദ്ധതിയിൽ ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക നൽകുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ഭവന നിർമ്മാണ പൂർത്തീകരണത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ ക്രോഡീകരണം ഷാഫി KK ആയിരുന്നു. ഷൈബാൻ കാസിം നന്ദി പ്രഭാഷണത്തോടെ വാർഷിക പരിപാടിക്ക് സമാപനം കുറിച്ചു. ആ ഒത്തുചേരൽ ഇന്നും ആവേശമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കൊറോസ കാഴ്ചവെക്കുന്നത്. നിലാരംഭരായ കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക, ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുക, ഓപ്പറേഷൻ, ഡയാലിസിസ് എന്നിവയ്ക്കുള്ള സഹായം, കഷ്ടപ്പെടുന്നവൻ്റെ കണ്ണീരൊപ്പൻ പ്രത്യേക ക്ഷേമനിധി രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഞങ്ങളുടെ കുട്ടികളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കുന്നവർക്ക് അവാർഡ് ദാന ചടങ്ങുകൾ സംഘടിപ്പിച്ചു. IMAയുമായി സഹകരിച്ച് രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, രക്തദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവരുടെ സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പം ഒരു ബൃഹത്തായ ഭവന പദ്ധതിക്ക് ഞങ്ങൾ ഇഹ്സാൻ അപ്പാർട്ട്മെൻറ്റ് എന്ന പേരിൽ 2023 ഫെബ്രുവരി 5 ഞായറാഴ്ച 7:30 നൂർ മുഹമ്മദ് സേട്ട് തറക്കല്ലിടുകയുണ്ടായി.
തല ചായ്ക്കാൻ സ്വന്തമായൊരിടമില്ലാത്തവർക്ക് ഇല്ലാത്ത കുറച്ചു പേർക്കെങ്കിലും വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ ആമ്പല്ലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഞങ്ങളുടെ തന്നെ കൊറോസയുടെ ചെയർമാൻ വഖഫ് ചെയ്തു തന്ന സ്ഥലത്താണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു വീട് പൂർത്തിയായി വരുമ്പോൾ 8 ലക്ഷത്തിലധികം രൂപയാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ പൂർത്തീകരണം ദൈനംദിന ചിലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഞങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഒരു സ്ക്വയർ ഫീറ്റ് മുതൽ ഒരു വീട് വരെ സ്പോൺസർ ചെയ്തും മറ്റുള്ളവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചും ഇതിൻ്റെ പൂർത്തീകരണത്തിനായി ഉദാരമതികളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ 7 വീടുകൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 വീടും ഫസ്റ്റ് ഫ്ലോറിൽ 2 വീട്, തേർഡ് ഫ്ലോറിൽ 3 വീട്, ഇങ്ങനെയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞു. വരവ് ചിലവ് കണക്കുകൾ. ഭവന നിർമ്മാണ ചിലവ് 2023-24 22,90,140 ചിലവ് ആകെ തുക. പ്ലാൻ രജിസ്ട്രേഷനായിട്ട് ചിലവായത് 24,500 രൂപ. JCB ലേബർ ചാർജ് 27,900 രൂപ. സിമൻറ്റ്, മെറ്റൽ, പൊടി എന്നിവയ്ക്കായി ചിലവായത് 5,71,150 രൂപ. കമ്പിക്കായി ചിലവായത് 6,34,190 രൂപ. ഇലക്ട്രിക്കൽ മെറ്റീരിയലിനായി ചിലവായത് 67,200 രൂപയാണ്. ഫുഡ് ആൻഡ് വാട്ടർ 18,500 രൂപ. റെൻ്റൽ മെറ്റീരിയൽ 46,720 രൂപ. ലേബർ ചാർജ് 8,81,800 രൂപയാണ്. ആകെ ഇതുവരെ ചിലവായ തുക 22,71,960 രൂപയാണ്. നമ്മളുടെ കയ്യിൽ ഇനി ബാലൻസ് ഉള്ളത് 18,180 രൂപയാണ്. കൊറോസയുടെ വളർച്ചയിൽ നിർദ്ദേശങ്ങൾ നൽകിയും സഹായഹസ്തം നീട്ടിയും സഹായികളായി പ്രവർത്തിച്ചവർ നിരവധിയുണ്ട്. അവരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യ സന്ദർഭങ്ങളിൽ കഴിവനുസരിച്ച് സംഭാവനകൾ നൽകിയും സഹകരിച്ചവർക്ക് എല്ലാവർക്കും റഹ്മാനായ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും പുരോഗതിയും കുടുംബങ്ങളിലും സന്താനങ്ങളിലും എല്ലാ ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി ഒപ്പമുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.